പുലരാൻ തുടങ്ങും ഒരു രാത്രിയാൽ തനിയെ കിടന്നു മിഴിവാക്കൾ ഒരു നേർത്ത തെന്നലലിയോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ എന്താ പറയുക ഗേൾസ് ട്രിപ്പിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെളുപ്പിന് 3:45 ആയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ടോൺ ചേട്ടൻ കൊണ്ടാക്കട്ടെ എന്ന്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ വെറുതെ രാവിലെ ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട, ഊബർ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊബറുണ്ട്. ഇനി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കൺഫേം ആയാലും നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തോമുന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവന് യൂണിഫോം വിടുക അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഓൾറെഡി തലേന്ന് യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും, ബാഗ് റെഡിയാക്കി വെക്കും. ടോൺചേട്ടൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ കാണും, എന്നാലും വേണ്ട, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു കുർത്തയാണ് കേട്ടോ ഇടുന്നത്. നോക്കിയപ്പം ഏറ്റവും കംഫർട്ടബിൾ കുർത്തയാണ്. റെഡി മേക്കപ്പൊക്കെ ഇട്ട് പൊട്ടിയടിച്ച് കയറ്റിയിട്ടുണ്ട്. കാരണം പിള്ളേരില്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് പൊട്ടിയടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡിമ്പിളും താഴെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഡിമ്പിളും വീഡിയോ എടുക്കുന്നുണ്ട്. ഭയങ്കര സംഭവമാണ്. ഡിമ്പിളും വീഡിയോ എടുക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡാണ്. കുറേ നാളായി ഇങ്ങനൊരു ഇത് ഞാൻ നോക്കിയിട്ട്. പ്രീ പ്ലാൻഡ് അല്ലാത്ത ട്രിപ്പുകളാണ് ഏറ്റവും നല്ലത് കേട്ടോ. പ്രീ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഒന്നും നടക്കാത്തത്. ഇതൊരു 10 മിനിറ്റിലെടുത്തൊരു ഡിസിഷനാണ്. ക്വിക്ക് ഡിസിഷൻ എന്ന് പറയത്തില്ലേ, അങ്ങനെ എടുത്തൊരു ഡിസിഷന് പുറത്ത് ചാടി പോണതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ ഓരോന്നും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ. മിക്കവാറും നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ കണ്ട് ഒരു ഊഹാപോഹമൊക്കെ കിട്ടിക്കാണും. എന്നാലും ഞങ്ങൾ കമ്മിങ് സീൻസിൽ ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് റെഡി ആയിട്ട് പോയി. ഇനിയിപ്പോൾ ഊബർ ബുക്ക് ചെയ്യണം. ആ ഒരു ഡ്യൂട്ടി മാത്രമേ ബാക്കിയുള്ളൂ. അമ്മ എഴുന്നേറ്റിട്ടുണ്ട്, മമ്മി എഴുന്നേറ്റിട്ടുണ്ട്. മമ്മി ഞങ്ങൾക്ക് കാപ്പി ഇടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടാട്ടോ പോകണം. നമ്മൾ ഇന്നലെ എല്ലാം ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഉച്ചവരെയുള്ളത് കുക്ക് ചെയ്തു. ഞാൻ രാത്രിത്തേനുള്ളതും ഇഡ്ഡലി മാവും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ അമ്മമാരെങ്ങനെയാണെന്ന് വെച്ചാൽ കൺവീനിയൻസ് പോലെ 2 അമ്മമാരും പിള്ളേരെ വെച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് റെഡി ആവാം കേട്ടോ. ഡോൺ ചേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടില്ല, ഡോൺ ചേട്ടനെ എണ്ണിപ്പിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ഊബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേഗം വന്നു. അപ്പോൾ ഇരുട്ടത്ത് ഞങ്ങളെ ആരും വിസിബിൾ ആവണില്ല കേട്ടോ. അപ്പം വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതിലും വേഗത്തിലെത്തി. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയം തൊട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് എർത്ത് ലൗഞ്ചിൽ നിന്ന് പോകണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാരണം നമ്മളങ്ങനെ എപ്പോഴും പോണ കൂട്ടത്തിലല്ല. പോകണം, പക്ഷേ രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു മടിയുണ്ടായിരുന്നു കേട്ടോ. ഏർലി മോർണിംഗ് പറ്റുമോ, ആൾക്കാർ എന്താ വിചാരിക്കുക എന്നൊക്കെ. അന്ന് ഞങ്ങൾ സൂരത്ത് പോയപ്പം ഡിമ്പിളിന് കാർഡിന് ആക്സസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഡിമ്പിൾ പുതിയ അക്കൗണ്ടൊക്കെ എടുത്തപ്പം ഞാൻ പറഞ്ഞു വേറെ എന്ത് ചെയ്തില്ലെങ്കിലും അങ്ങനെ ഒരു ആക്സസ് ഉള്ള കാർഡ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെയും റിന്യൂവൽ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 6 മന്ത്സ് കൂടുമ്പം ഒരു പ്രാവശ്യം ലോഞ്ച് ആക്സസ് ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പലരുടെയും കാർഡിലത് കാണും, പലർക്കും ഇത് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പം നമുക്ക് 2 രൂപയ്ക്ക് എർത്ത് ലോഞ്ചിൽ ആക്സസ് കിട്ടി. നമുക്ക് അകത്ത് കയറി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. എന്താ പറയുക, എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു. വെളുപ്പിന് 4 മണി തൊട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഫുഡ് കാണും, അതോ ബേസിക്കായിട്ട് ബ്രെഡും ബട്ടറും അങ്ങനത്തെ സാധനങ്ങളായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. നല്ല കാര്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അതൊക്കെ ഡിമ്പിൾ നിങ്ങളെ കാണിക്കും. ഞാൻ എല്ലാം കൂടെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിമ്പിളിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായി പോയി. അപ്പം നമ്മൾ എല്ലാം വളരെ കാര്യമായിട്ട് ചെയ്ത് പോവാണ്. 2 പേരും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു 2 പാറ്റേണിൽ എടുക്കാം, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ആവില്ല. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു, മീൻസ് അകത്ത് കയറി. പിന്നെ ഞങ്ങൾക്ക് ലഗേജും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ എന്തായാലും ലഗേജ് കാണും. ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് ഞങ്ങളങ്ങനെ പറയാൻ സൂരത്തിൽ പോയ കഥകളൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ആ സ്ഥലത്തിനെക്കുറിച്ച് വീഡിയോ കാണുന്നത് എനിക്കും ഡിമ്പിളിനും കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പം 2nd ഫ്ലോറിലാണ്. നമ്മൾ അന്ന് വന്നപ്പോൾ ഇതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല.
ഞങ്ങൾ 5:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പക്ഷേ കാര്യമായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ്, കോൺഫ്ലെക്സ്, സോസേജുകൾ, പഴം പുഴുങ്ങിയത്, ദോശ, പൊങ്കൽ, പിന്നെ ഇംഗ്ലീഷ് ഡെസേർട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം തന്നെ മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നതും എയർപോർട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ എനിക്കത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അത് സംഭവിച്ചു. ഞാൻ വ്യൂ കാണിക്കാട്ടോ. ഞാൻ പലരുടെയും വീഡിയോയിൽ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് അടിപൊളിയാണ്. പോണത് ഇൻഡിഗോയിലാണ് കേട്ടോ. ഫുഡൊന്നും നമ്മൾ ഇൻഡിഗോയിൽ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ നോക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് പോകുമ്പം അത് യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഡിമ്പിൾ എടുക്കുമ്പോൾ ഡിമ്പിളിനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത്രയും വേഗം അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷമായി. പിന്നെ ഭയങ്കര കാഷ്വലായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങിയേക്കണത്. കാരണം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെയാണ് പോകുന്നത്. അപ്പം ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാലൊന്നും നടക്കില്ല. അങ്ങനെ ഈ ഒരു ട്രിപ്പ് ഇനി എന്നൊന്നല്ല, സ്ഥിരം മന്ത്ലി വൺസ് എങ്കിലും നമുക്കിത് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. സക്സസ്ഫുൾ ആവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സ് വേണം. എനിക്ക് വാച്ച് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ആ ഗിഫ്റ്റ് തന്ന ആളെ ഓർമ്മ വരും കേട്ടോ. ഞാൻ ആക്ച്വലി വാച്ച് അപ്പാടെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കിട്ടിയപ്പോൾ തൊട്ട് പിന്നെയും റീയൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. നമുക്ക് ഫ്ലൈറ്റ് 7:45-നാണ്. ഇപ്പം നമ്മൾ 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പതുക്കെ താഴെ ഇറങ്ങി ചെല്ലാം എന്നാണ് വിചാരിച്ചത്. കാരണം നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 7 മണി കഴിയുമായിരിക്കും. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ചെന്നൈക്ക് ഫ്ലൈറ്റിൽ പോകണമെന്ന്. ഞാനും അമ്മയും പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ നോക്കുമെങ്കിലും അമ്മ വേണമെങ്കിൽ പോകാം എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് പിന്നെ ഓർത്തു അമ്മയ്ക്കതൊരു പാൽ ചിലവല്ലേ. എൻ്റെ ഒരു ആഗ്രഹത്തിന് പേരിൽ പറഞ്ഞ പോലെ വേഗം 1 മണിക്കൂറും കൊണ്ട് അതവിടെ ചെല്ലും. ഒരു 1.25 മണിക്കൂർ മതിയെന്ന് തോന്നി. വേഗം ചെല്ലും, അതിന് കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ അത് എൻ്റെ സ്വന്തം പൈസയിൽ പോകുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അതും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ഭയങ്കര സന്തോഷം. അത് ഗേൾസ് ഓൺലി ട്രിപ്പായപ്പം അതിലേറെ സന്തോഷമായിട്ടോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എക്സൈറ്റ്മെൻറ്റ് കാരണം എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. പിന്നെ മോറോവറോടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. സോ എനിക്ക് എൻ്റെ ഗിയറൊന്നും മാറ്റി പിടിക്കാനും പറ്റണില്ല. ഡിമ്പിളൊക്കെ അവിടെ വെയിറ്റുണ്ട്. ഡിമ്പിൾ ഓൾറെഡി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഭയങ്കര എക്സൈറ്റഡാണ്. ഇനി അടുത്ത പ്രാർത്ഥന ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണം. ആദ്യം ഞങ്ങൾ വേറൊരു സിറ്റിയാണ് പിടിച്ചത്. പക്ഷേ ആ സിറ്റിയിൽ പോയാൽ ഞങ്ങൾക്ക് അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സൂറത്തിൽ പോയെങ്കിലും പക്ഷെ നമുക്ക് സാരി ബിസിനസ് കാര്യമായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ അതിനൊരു ബ്രേക്ക് വന്നു. പിന്നെ ഇപ്പോൾ ഓണം വരുമല്ലേ. അപ്പം സാരീസെന്നല്ല പല കാര്യങ്ങളും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോട്ടിയായിട്ടാണ് നമ്മൾ പോണത്. ആൺതുണി ഇല്ലാണ്ടാണ് പോണത്. ഞാനുള്ള ധൈര്യത്തിലാണ് ഡാഡിമമ്മി ഡിമ്പിളിനെ എൻ്റെ കൂട്ടത്തിൽ വിട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കോൺഫിഡൻസ് ആണ്. എനിക്ക് എവിടെ പോയിട്ടാലും എനിക്ക് വരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. വളരെ സമാധാനത്തിൽ 1 മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പിള്ളേരൊന്നുമില്ലല്ലോ, സോ റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ഇനി ബാക്ക് ടു ബാക്ക് ഞങ്ങളുടെ വിശേഷങ്ങൾ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നാളെ ബാക്കി വീഡിയോ കാണുന്നത്. എന്തായാലും ഇതിന്ന് അപ്ലോഡ് ആക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.